ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലടപ്രഥമനാണ്. അപ്പോൾ പാലടപ്രഥമൻ വെക്കുമ്പോൾ ഈ ഒരു സീക്രട്ട് സംഭവം കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. റോയൽ മാർക്ക് പാലടപ്രഥമനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. റോയൽ മാർക്ക് പാലടപ്രഥമൻ മിക്സാണ് ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് കരാമൽ ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് കരാമലായിട്ട് വന്നതിന് ശേഷം 1.5 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റിന് നമുക്ക് 1.5 ലിറ്റർ പാലാണ് ആവശ്യം. ഒരു 10 മിനിറ്റ് നമ്മുടെ പാല് നന്നായിട്ട് ഇളക്കിയതിലേക്ക് പാലട മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇതിൽ തന്നെയുണ്ട്. ഈ ഒരു പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഒരു 20-25 മിനിറ്റ് ഞാൻ ഈ ഒരു പായസം വേവിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പൊടി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും. പിന്നെ നമ്മൾ ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ നമ്മളൊന്ന് പൊടിച്ച് പൗഡറാക്കി എടുത്തിട്ടാണ്. ഈ ഒരു പൗഡർ കൂടിയാണ് നമ്മൾ ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ നല്ല കൊഴുപ്പുമാണ് നമ്മളുടെ ഈ ഒരു പാലട പ്രഥമന്. ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ചേർത്തിട്ട് നിങ്ങൾ പാലട പ്രഥമനായാലും ഏത് പായസം ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഈ ഒരു സംഭവം കൂടെ ഒന്ന് ചേർത്ത് നോക്കുക. നല്ല രുചിയും നല്ല ടേസ്റ്റും നല്ല കൊഴുപ്പോട് കൂടി തന്നെ നമ്മളുടെ ഈ ഒരു പായസം കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുത്ത് നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് കൂടെ നമുക്കൊന്ന് വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട പ്രഥമൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സദ്യയിലൊക്കെ പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കുന്നവർ ഇതേപോലെയാണ് ഈ ഒരു സീക്രട്ട് കൂടെ ചേർത്തിട്ടാണ് അധിക പേരും ഉണ്ടാക്കാറ്. അപ്പോൾ അവരിൽ നിന്നിട്ടാണ് ഞാനിത് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഒരു രക്ഷയുമില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. നമുക്കിത് 2 ഗ്ലാസ് കൂടെ പാല് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. അത്രയ്ക്കും നല്ല കൊഴുപ്പും നല്ല രുചിയാണ്. ബദാം പായസം എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.